എത്രയൊക്കെ ഉത്സവം ഉണ്ടായാലും സ്വന്തം നാട്ടിലെ ഉത്സവം അതിന്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. രാവിലെ കുളിച്ചൊരുങ്ങി അമ്പലത്തിൽ ചെന്നപ്പോഴേക്കും അവിടെ പൊങ്കാലയൊക്കെ കഴിഞ്ഞ് അന്നദാനം തുടങ്ങിയിരുന്നു. ആദ്യത്തെ പന്തി തന്നെ കഴിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ അമ്മമാർ പിടിച്ച് വിളമ്പാൻ നിർത്തി. സമയം പോകുന്തോറും തിരക്ക് കൂടിക്കൊണ്ടേയിരുന്നു, എന്റെ വിശപ്പും കൂടിക്കൊണ്ടിരുന്നു. ഈ ക്ഷേത്രത്തിലേക്ക് കയറി ചെല്ലാനായിട്ട് 108 പടികളാണുള്ളത്. അന്നദാനമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ കിടന്നുറങ്ങി. കുറെ നാളുകൾക്ക് ശേഷം മഴ വീണ്ടും പെയ്തു. ശിവരാത്രിക്ക് അല്ലെങ്കിലും അങ്ങനെയാണ്. സമയം 6 മണിയായി. മഴ പെയ്ത ശേഷം ക്ഷേത്രത്തിലേക്ക് ഇനി വണ്ടി കയറില്ല. അലങ്കാര ബൾബുകളെല്ലാം മിന്നി തുടങ്ങി. ഇനിയാണ് ഘോഷയാത്ര. ഞാനുൾപ്പെടെ എല്ലാവരും വെയിറ്റ് ചെയ്തത് ഈ ഒരു രാത്രിക്ക് വേണ്ടിയാണ്. ഫ്ലോട്ടുകൾ, ചെണ്ടമേളം, നമ്മളെയൊക്കെ ഡാൻസ്, അങ്ങനെ എല്ലാം ഉണ്ട്. ഞാൻ ഡാൻസ് കളിക്കുന്ന കണ്ടിട്ട് മതിലിയാടാൻ അറിഞ്ഞിടാത്ത പട്ടി വരെ മതിലിനുണ്ടേ കയറി കുരയ്ക്കുന്നുണ്ടായിരുന്നു. നല്ല തിരക്കായിരുന്നിട്ടും അതുവഴി വന്ന ആംബുലൻസിന് ഒരു തടസ്സവും ഇല്ലാതെ ഞങ്ങൾ വഴിയൊരുക്കി കൊടുത്തു. ഒരുപാട് പേർ ഉത്സവം കൂടാൻ എത്തിയിരുന്നു. മൊത്തത്തിലൊരു പ്രത്യേക സന്തോഷം. ഘോഷയാത്ര ക്ഷേത്രത്തിനടുത്തേക്ക് എത്തിയപ്പോഴേക്കും സമയം 11:30 മണി കഴിഞ്ഞു. എല്ലാവരും ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഓരോരോ ജംഗ്ഷനുകളിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാവരുടെ മുഖത്തും ഒരുപാട് സന്തോഷം കാണാൻ കഴിയും. എല്ലാവരും ഡാൻസ് കളിച്ചു, ആടി തിമിർത്തു. ഡാൻസ് ഒക്കെ കഴിഞ്ഞ് ക്ഷേത്രത്തിലെത്തി ദാഹം മാറ്റാൻ വേണ്ടി ഞാനൊരു കുലുക്കി സർബത്ത് മേടിച്ച് സ്റ്റേജ് പ്രോഗ്രാമോട് കൂടി ഈ വർഷത്തെ ഉത്സവം അവസാനിച്ചു.